പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നല്ല രുചികരമായിട്ടുള്ളൊരു നാടൻ ഉച്ചയൂണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. മനസ്സും വയറും ഒക്കെ ഒരുപോലെ നിറയുമെന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു അടിപൊളി ഊണാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒഴിച്ചുകറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കുക്കറിലേക്ക് ഞാനിതാ കുറച്ച് പരിപ്പാണ് കഴുകിയിട്ട് കൊടുക്കുന്നത്. നമ്മൾ സാമ്പാറിലേക്കൊക്കെ എടുക്കുന്ന അതേ ഒരു പരിപ്പാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് പച്ചക്കറികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ പീസ് പടവലങ്ങ, ഒരു പീസ് മത്തങ്ങ, ഒരു പീസ് വെള്ളരിക്ക എന്നിവയാണ്. പിന്നെ ഒരു ചെറിയ തക്കാളി, ഒരു വലിയ ഉള്ളിയുടെ പകുതി, 2-3 പച്ചമുളക് എന്നിവ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഇത് വേവാൻ ആവശ്യമായിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. കുക്കർ മൂടി വെച്ച് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവരുത്. ഇതുപോലത്തെ കറികളൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവും കേട്ടോ, അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കറിയുടെ റെസിപ്പിയൊക്കെ ഷെയർ ചെയ്യുന്നത്. കുക്കർ ഒരു 2 വിസിൽ അടുപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിരുന്നു. പിന്നെ എയറൊക്കെ താനെ റിലീസായി പോയതിന് ശേഷമാണ് തുറന്ന് നോക്കുന്നത്. ഇപ്പോൾ ദാ നമ്മുടെ പരിപ്പും പച്ചക്കറികളൊക്കെ ഒട്ടും കുഴഞ്ഞൊന്നും പോവാതെ ഒരു പാകത്തെ വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അരമുറി തേങ്ങയും ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 3-4 അല്ലി ചെറിയുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ കറി ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് നമുക്ക് കുറുകി കിട്ടും. അരപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ കറി ഒന്ന് തിളപ്പിച്ചെടുത്തിരുന്നു. തിളപ്പിച്ചെടുത്തതിന് ശേഷം അടുപ്പിൽ നിന്നൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വറവ് കൂടെ ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും കറിവേപ്പിലയും പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ കറി മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്നൊരു തോരൻ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്ന് കഴിയുമ്പം ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തതും കൂടെ തന്നെ കുറച്ച് കാന്താരി മുളകാണ് ഞാൻ ഇതിലേക്ക് എരിവിന് വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാം മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും ബീൻസും ചെറുതായി കട്ട് ചെയ്ത് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഒരു 1/4 ഭാഗത്തോളം വെന്ത് കഴിയുമ്പോൾ മൂടി തുറന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒരു കൈപ്പിടിയോളം ചിരവിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ തോരനും റെഡിയാവും. ഇനി നമുക്ക് ഈ ഊണിലേക്ക് കുറച്ച് മീൻ കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. മീൻ ഞാൻ കുറച്ച് മുൻപ് തന്നെ കായൊക്കെ പുരട്ടി മാറ്റി വെച്ചിരുന്നു. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ കായം പുരട്ടി മാറ്റി വെച്ചിരുന്ന ഓരോ മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഈ ഊണിലേക്ക് ഒരു അയല മീൻ കറി കൂടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മീൻ കറിയുടെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ. ഇപ്പോൾ ദാ നമ്മുടെ മീനും തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് വിളമ്പാം. ഒരു പാത്രത്തിലേക്ക് ഇതാ ഞാൻ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ നമ്മൾ തയ്യാറാക്കിയെടുത്ത തോരൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ കുറച്ച് ചർലാസ് കൂടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നമ്മുടെ പരിപ്പും പച്ചക്കറിയും കൂടിയിട്ടുള്ള തേങ്ങ അരച്ച കറിയാണ് കേട്ടോ. കറി കണ്ടില്ല, ഇപ്പോൾ അതാ നല്ലപോലെ ഒന്നുകൂടെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ മീൻ കറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതാ ഫ്രൈ ചെയ്തെടുത്ത മീനും ഒരു പപ്പടവും കൂടി ആകുമ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള നാടൻ ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്.